എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറു ചിന്ത, ഒരു നിമിഷം മാത്രം. പക്ഷെ ആ നിമിഷം ഒരു ജീവിതം മുഴുവൻ മാറ്റിയേക്കാം. നമ്മുടെ ചിന്തകൾ നമ്മെ നയിക്കുന്നു, ചിലപ്പോൾ ഉയരങ്ങളിലേക്ക്, ചിലപ്പോൾ അന്ധകാരത്തിലേക്ക്. പക്ഷേ ബുദ്ധൻ പറഞ്ഞതുപോലെ നീ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നീ ആകുന്നത്. ഇന്ന് നാം ആ ചിന്തയുടെ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ഭിക്ഷുവിൻ്റെ കഥയിലൂടെ ഒരു മനസ്സിൻ്റെ മാറ്റം കാണാം. അവിടെ നിന്നാണ് ബോധത്തിൻ്റെ തുടക്കവും. ആ 10 സെക്കൻഡ് നിമിഷം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. ആദ്യമായി നമുക്ക് നോക്കാം ചിന്തയുടെ ശക്തി എന്താണ്. ഒരൊറ്റ ചിന്ത, അത് കണക്കിന് പോലും വരാത്ത ഒരു ചെറിയ നിമിഷമാണ്. പക്ഷെ ആ നിമിഷം നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റിത്തീർക്കാൻ കഴിയും. നമ്മുടെ ഉള്ളിലെ ചിന്തയാണ് എല്ലാത്തിനും മൂലകാരം. നീ ഇന്ന് എന്താണ് ചിന്തിക്കുന്നത്, നാളെ അതായിരിക്കും നീ ആകുന്നത്. ബുദ്ധൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിന്റെ പ്രതിഫലനമാണ്. ചിന്തകൾ ശുദ്ധമായാൽ ജീവിതവും ശുദ്ധമാകും. മനുഷ്യന്റെ തലച്ചോറിൽ പ്രതിദിനം ഏകദേശം 60,000 ചിന്തകൾ കടന്നു പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അവയിൽ ഭൂരിഭാഗവും പഴയ ഓർമ്മകളുടെയും ആശങ്കകളുടെയും ആവർത്തനമാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഭയവും വിഷമവും ഒക്കെ ആവർത്തിച്ച് അനുഭവിക്കുന്നത്. ചിന്തയുടെ ശക്തി മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ തിരിച്ചറിയണം. ചിന്ത എന്നത് വെറും വാക്കല്ല, അതൊരു വൈബ്രേഷനാണ്. ഓരോ ചിന്തയും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എനിക്ക് കഴിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ ശരീരവും അത് ടെൻഷൻ കാണിക്കും. മുന്നിൽ കയറി നിൽക്കുന്ന പ്രതിബന്ധം കൂടുതൽ വലുതായും നിങ്ങൾക്ക് തോന്നും. പക്ഷെ അതേ നിമിഷത്തിൽ എനിക്ക് ശ്രമിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിനുള്ളിൽ ചെറിയൊരു വെളിച്ചം തെളിയും. അതാണ് മാറ്റത്തിന്റെ തുടക്കം. മാറ്റം തുടങ്ങുന്നത് ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ്. ചിലപ്പോൾ ആ ഒരു 10 സെക്കൻഡ് ബോധം ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ തിരിച്ചെഴുതും. ഇനി ഒരു ഭിക്ഷുവിന്റെ ചിന്തയും ബുദ്ധന്റെ ബോധ്യവും എന്ന കഥ കൂടി പറയാം. ഒരു ദിവസം ബുദ്ധന്റെ ശിഷ്യനായ അനന്തൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവെ, എന്തുകൊണ്ട് ചിലർ വേഗത്തിൽ മാറുന്നു, ചിലർ ഒരിക്കലും മാറുന്നേയില്ല? ബുദ്ധൻ പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, അനന്ത, ഞാൻ നിനക്കൊരു കഥ പറയാം. കോപത്തിന്റെ തടാകം. ഒരു ഗ്രാമത്തിൽ ഒരാൾ ജീവിതത്തിൽ പരാജയപ്പെട്ടിരുന്നു. അവന്റെ ഉള്ളിൽ എപ്പോഴും കോപം, വിരോധം, വിഷമം. ഒരു ദിവസം അവൻ ബുദ്ധനെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരുവെ, എൻ്റെ മനസ്സൊരു ചുഴലിയാണ്, എനിക്ക് ശാന്തത വേണം. ബുദ്ധൻ അവനെ ഒരു തടാകത്തിന്റെ കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെള്ളം അലിഞ്ഞിരിക്കുന്നു. ഇതിൽ നോക്കൂ, ബുദ്ധൻ പറഞ്ഞു. അവൻ നോക്കിയപ്പോൾ വെള്ളം മങ്ങിയതായിരിക്കുന്നു, ഒന്നും കാണാനും ആവുന്നില്ല. അപ്പോൾ ബുദ്ധൻ വ്യക്തമാക്കി, ഇത് നിന്റെ മനസ്സാണ്. ചിന്തകൾ അലഞ്ഞാൽ ദൃശ്യം മങ്ങും. ഈ വെള്ളം ശാന്തമാകട്ടെ, ഒന്നും ചെയ്യരുത്. അവൻ കാത്തുനിന്നു. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വെള്ളം തെളിഞ്ഞു. ബുദ്ധൻ പറഞ്ഞു, ഇപ്പോൾ എന്താണ് കാണുന്നത്? എൻ്റെ മുഖം വ്യക്തമായി കാണുന്നുവെന്ന് അവൻ പറഞ്ഞു. അതെ, നിന്റെ ചിന്തകൾ നിശ്ചലമായാൽ നിന്റെ ഉള്ളിലെ യഥാർത്ഥ മുഖം കാണാൻ സാധിക്കും. അപ്പോഴവൻ ചോദിച്ചു, എനിക്കതെങ്ങനെ സാധിക്കും? ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓരോ ചിന്ത ഉയരുമ്പോഴും 10 സെക്കൻഡ് നിശബ്ദമായി ശ്വാസം നോക്കുക. അതിനിടയിൽ ഒന്നും വിധിക്കരുത്, ഒന്നും പിടിക്കരുത്. അതാണ് ബോധത്തിന്റെ ആരംഭം. അവൻ ആ ഉപദേശം അനുസരിച്ചു. ദിവസങ്ങൾ കടന്നു. ചിന്തകൾ കുറയാൻ തുടങ്ങി. അവന്റെ ജീവിതവും മാറി. അശാന്തികളെല്ലാം ശാന്തിയായി മാറി. അതായിരുന്നു അവന്റെ 10 സെക്കൻഡ് ബോധ്യ നിമിഷം, അതായത് ജീവിതം മുഴുവൻ മാറ്റിയ നിമിഷം. ഇനി ബോധ്യത്തിന്റെ പാഠങ്ങൾ, അതായത് പ്രായോഗികമായുള്ള മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഈ കഥ നമ്മോട് പറയുന്നത് എന്താണ്? മാറ്റം വളരെ വലിയ കാര്യങ്ങളിലല്ല, ചെറുതായ ബോധ്യങ്ങളിൽ തന്നെയാണ്. ഇവിടെ ബുദ്ധന്റെ ചില പാഠങ്ങളുണ്ട്. ജീവിതം മാറ്റുന്ന 10 സെക്കൻഡ് നിമിഷങ്ങൾ. അത് നമുക്ക് ഓരോന്നായി പറയാം. കോപം വരുമ്പോൾ 10 സെക്കൻഡ് ശ്വാസം എടുക്കുക. ഇത് കടന്നുപോകുമെന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ ഭയം വരുമ്പോൾ പറയുക, ഭയം വെറും ചിന്തയാണെന്ന്. വിഷമിക്കുമ്പോഴാകട്ടെ മനസ്സിൽ നന്ദി തോന്നുന്ന കാര്യങ്ങൾ ഓരോന്നും ഓർമ്മിക്കുക. പരാജയം നേരിടുമ്പോൾ ഇത് പാഠമാണെന്ന് പറയുക. മറ്റൊരാൾ വേദനിപ്പിച്ചാൽ ഞാൻ ക്ഷമിക്കുന്നു എന്ന് മനസ്സിൽ ആവർത്തിക്കുക. ഇവ ചെറുതായി തോന്നുമെങ്കിലും ഓരോ നിമിഷവും തലച്ചോറിന്റെ തോട്ട് പാറ്റേൺ മാറ്റാൻ ഇതിന് സാധിക്കും. അതാണ് ബുദ്ധന്റെ മൈൻഡ്ഫുൾനെസ്, ബോധപൂർവമായ 10 സെക്കൻഡ്. ആയുസ് മുഴുവൻ മാറ്റാൻ ഇവയ്ക്ക് സാധിക്കുന്നു. ബുദ്ധൻ പറഞ്ഞ അവസാന വാക്കുകളിൽ ഒന്നായിരുന്നു ആത്മദീപോ ഭവ, അതായത് നിന്റെ ഉള്ളിലെ വെളിച്ചമാവുക എന്നത്. നീ അന്വേഷിക്കുന്ന സമാധാനം നിന്റെ ചിന്തകളുടെ പിന്നിലുണ്ട്. ചിന്ത മാറ്റിയാൽ ലോകവും മാറും. ഇന്ന് നീ തീരുമാനിക്കുക, ഭയത്തിന്റെ, അതായത് വിഷമത്തിന്റെ, കോപത്തിന്റെ ചിന്തകളല്ല, സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ചിന്തകളാണ് വളർത്തേണ്ടത്. ഓരോ ദിവസവും കുറച്ച് നിമിഷങ്ങൾ, 10 സെക്കൻഡ് ശ്വാസം നോക്കുക, ചിന്ത കാണുക, അവയെ വെറുതെ വിടുക. അവിടെ നിന്നാണ് പുതിയ ജീവിതം തുടങ്ങുന്നത്. ജീവിതം മാറ്റുന്നത് വലിയ തീരുമാനങ്ങൾ കൊണ്ടല്ല, ഒരു ചെറിയ ബോധ നിമിഷം കൊണ്ടാണ്. ഓരോ ചിന്തയും ഒരു വിത്താണ്. അത് നെഗറ്റീവ് ആണെങ്കിൽ വിഷമം വളരും, പോസിറ്റീവ് ആണെങ്കിൽ സമാധാനവും ഉണ്ടാകും. ബുദ്ധൻ പറഞ്ഞതുപോലെ മനസ്സിനെ ജയിച്ചവൻ ലോകത്തെ ആകെ ജയിക്കുന്നു. ഇന്ന് നിങ്ങൾ 10 സെക്കൻഡ് ബോധം നേടിയെന്ന് കരുതുക. അതിനെ ദിവസേന ആവർത്തിച്ചാൽ ജീവിതം തന്നെ പുതുക്കപ്പെടും. ശാന്തമായി ശ്വാസം എടുക്കുക. നിങ്ങൾക്കുള്ളിൽ തന്നെ ആ വെളിച്ചമുണ്ടെന്ന് തിരിച്ചറിയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.